ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ആ വെട്ടിക്കെട്ടിനെ കുറിച്ചാണ്. എമ്മാതിരി വെട്ടിക്കെട്ടാണ്. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നിരോധിച്ചപ്പോൾ ആ പടക്കം മൊത്തം കൊണ്ടുവന്ന് പാരീസിലാണ് നമ്മൾ പൊട്ടിച്ചത്. എമ്മാതിരി പൊട്ടിക്കലാണ്. ഒരു സൈഡ് തിരുവമ്പാടിയാണെങ്കിൽ ഒരു സൈഡിൽ പാറമേക്കാവ്. രണ്ടുപേരും പാൻമണിക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് PSG ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്മാതിരി ഒരു മത്സരമാണോ ഇത്! കാണാത്തവർക്ക് വമ്പിച്ച നഷ്ടം തന്നെ പറയണം, അല്ലാണ്ട് ഒന്നും പറയാനില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ത്രില്ലിംഗ് ആയ ഒരു 90 മിനിറ്റ് മത്സരങ്ങൾ, 5 4 9 ഗോളുകൾ പറഞ്ഞ മത്സരങ്ങൾ, അതും അടി തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് എമ്മാതിരി നമുക്കിങ്ങനെ 90 മിനിറ്റ് കഴിയരുതേ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഒരു മത്സരമായിരുന്നു. ഫോം എന്താണ് എന്താന്ന് യുവമാർക്ക് ഒരു പിടിയില്ല തോന്നുന്നുണ്ട്. രണ്ട് ടീമുകളുടെ കാര്യം തന്നെയാണ്. PSG കാര്യം നോക്കിയാലും ബാൻമണിക്കിന്റെ കാര്യം നോക്കിയാലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇവർ തമ്മിലൊരു ഫൈനൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അങ്ങനെ നടന്നില്ല എന്നുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താ പറയാ, UCL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗോളുകൾ അടിച്ചു കൂട്ടിയ ഒരു മത്സരം തന്നെ ആയിരിക്കും. 9 ഗോളുകൾ 90+4 മിനിറ്റിനുള്ള 9 ഗോളുകൾ പറഞ്ഞു. അതും വേൾഡ് ക്ലാസ് ടീമുകളാണ്. ഒരു സൈഡ് ബാൻമണിക്ക്, ഒരു സൈഡ് PSG. അവരുടെ രണ്ടുപേരുടെ അറ്റാക്കിംഗ് ട്രൈ ഉണ്ടല്ലോ. ബാൻമണിക്കിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഒലീസിയും ഹാരി കെയ്നും ലൂയിസ് ഡിയാസും. നമ്മുടെ PSG കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉസ്മാൻ ടെമ്പലയും അതേപോലെ തന്നെ കവരാസ്കേലിയും അതേപോലെ തന്നെ ഡിസൈഡുയും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുന്ന അതിലും വലിയ സാധനങ്ങൾ പറഞ്ഞ പോലെ. എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത ഒരു മത്സരം പറഞ്ഞ തീ എന്ന് പറയില്ല, അമ്മാതിരി തീയായിരുന്നു. ഇത് ഫസ്റ്റ് ലെഗേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ലെഗിൽ അപ്പൊ എന്തായിരിക്കും? സെക്കൻഡ് ലെഗ് ബാൻമണിക്കിന്റെ ഹോം ഗ്രൗണ്ടായ അലയൻസ് അരീനയിലാണ്. ഇവിടെ തീയാണെങ്കിൽ അവിടെ തീമഴ പെയ്യിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ അഡ്വാൻറ്റേജ് PSG ഒരു ഗോൾഡ് ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ബാൻമണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ പോകുമ്പോൾ അവർക്കാണ് അഡ്വാൻറ്റേജ് കൂടുതൽ എന്നുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഹോമിന്റെയും ഹെവന്റെ അഡ്വാൻറ്റേജ് ഒന്നും രണ്ട് ടീമുകളും അത്ര നിസാരക്കാരല്ല. ഇവർക്ക് ഗോളുകൾ ഇങ്ങനെ അടിച്ചു കൂട്ടണം എന്നുള്ള കാര്യമാണ്. എത്ര ഗോളുകൾ വഴങ്ങി എന്നുള്ളതല്ല, എത്ര ഗോളുകൾ അടിച്ചു എന്നാണ്. നമ്മൾ ആ ഫൈനൽ വിസിൽ അങ്ങോട്ട് മുഴങ്ങുന്ന സമയത്ത് നമ്മളായിരിക്കും ഒരു ഗോളിന് മുന്നിലാണ്. എമ്മാതിരി കളി! നമ്മൾ ഈ ചാവിയൊക്കെ കറക്കിയിട്ട് വിടുന്ന കാറില്ലേ, അതേപോലെ അതങ്ങോട്ട് കറക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ നിൽക്കണ്ടേ? ഇത് നിൽക്കുന്നില്ല. ഇത് അടിയും തിരിച്ചടി ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ പാസുകളും ആ ഒരു കൗണ്ടർ, ബാൻമണിക്ക് ഫസ്റ്റ് ടൈമിൽ ഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന കൗണ്ടറിൽ എമ്മാതിരി ഫാസ്റ്റ് കൗണ്ടറിലാണ് PSG കളിച്ചിട്ടുണ്ടത്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ PSG ഡിഫൻസിൽ വന്നപ്പോൾ പിന്നെ ബാൻമണിക്കിന്റെ കൗണ്ടറുകളും കാര്യങ്ങളാണ്. എമ്മാതിരി ഗോളുകൾ! ഗോൾ കീപ്പർമാരനെ ഇങ്ങനെ എന്താ പറയാ, കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് 5 ഗോളുകളൊക്കെ മാനുവലിന്റെ കരിയറിൽ വഴങ്ങാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഈ 5-2 ആയപ്പോൾ 8-2 ആ ഒരു ബാഴ്സലോണ ബാൻമണിക്ക് മത്സരമില്ല, അതിന് ഇതുള്ള ഒരു മത്സരം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ബാൻമണിക്കാണ്. ബാൻമണിക്ക് അവസാനം ലീഗ് മത്സരത്തിൽ കണ്ടോ, 3-0 തോറ്റൊരു ടീം സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ 4-3 വിജയിക്കുകയാണ്. പറ്റുമോ? ബാൻമണിക്കിന് പറ്റും. അമ്മാതിരി ഒരു കളിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഈ സീസണിൽ ഫൈനൽ കളിക്കാൻ ആഗ്രഹിച്ച 2 ടീമുകളാണ്. ഇനിയിപ്പോൾ അപ്പുറം സൈഡിന് അറ്റൻറ്റിക്കാൻ വേണ്ടിയിട്ടോ ആവശ്യമുള്ള വരട്ടെ, പക്ഷെ തല അറുക്കാൻ കൊണ്ട് വെച്ചു കൊടുക്കില്ല. അതേപോലെയാണ് ഇവർ 2 പേരുടെ ആരുടെ കയ്യിൽ വന്ന് പെട്ടാലും. ഇവർ ഗോൾ വഴങ്ങുന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ നമ്മൾ 3 വഴങ്ങിയിട്ടുണ്ടെങ്കിൽ 5 അടിച്ചിട്ട് ഇവര് ആ ഗ്രൗണ്ട് വിട്ടുള്ളൂ. ആ ഒരു ഫുൾ ടൈം വിസിൽ മുഴുകുന്നതിന് അനുസരിച്ച്. എന്താ കളി! ഇപ്പോഴും ആ ചൂടൊന്നും മാറിയിട്ടില്ല. ഞാൻ രാത്രി 2 മണിക്ക് കളിയൊക്കെ കഴിഞ്ഞൊന്ന് ചെയ്യണം. അപ്പോൾ കളിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും തലയ്ക്കകത്ത് ആര് പാസ് കൊടുത്തു, ആര് അസിസ്റ്റ് ചെയ്ത്, ആര് ഗോളടിച്ച ആൾക്കാരെ അറിയുന്നല്ലാതെ അസിസ്റ്റ് എവിടെ നിന്ന് വന്ന് എന്താ സംഭവിച്ചത് ഒന്നുമില്ല. എന്താ പറയുക, ഒരു ഗോൾ കഴിയുമ്പോഴേക്കും കളി മൂവ് ഓൺ ആവുകയാണ്. പിന്നെ അടുത്ത ഗോൾ തിരിച്ചടിക്കണം, തിരിച്ചടി പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കണ്ടിട്ട് ഇങ്ങനെ ചൂടാറിയിട്ടില്ല കളി. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാന്റെ ആ ഒരു സെമി ഫൈനലിൽ കണ്ടപ്പോഴാണ്. പക്ഷെ അന്ന് ചൂടിൽ വേർത്ത് കുടിച്ചു. എന്താ പറയുക, നമ്മൾ ബാഴ്സ ഫാൻസ് ആയതുകൊണ്ട് നമുക്ക് ആ കളിയിൽ നിരാശയും കൂടി ഉണ്ടായത് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ. അതിനെക്കാളൊക്കെ മാതിരി ഒരു കളിയോടോ ഇന്ന് കളി മിസ്സാക്കിയവർ, ബാൻമണിക്ക് വേഴ്സസ് PSG അല്ലേ എന്ന് പറഞ്ഞിട്ട് കളി മിസ്സാക്കിയവർക്ക് വമ്പൻ നഷ്ടം തന്നെ. ഞാൻ ഇന്നലെ വിചാരിച്ചൊരു 3-2 ആ ഒരു ഗോൾ പ്രഡിക്ഷനിലൊക്കെ പോകുന്നു വിചാരിച്ചാണ്. പക്ഷെ ഇത് അവിടെ കൊണ്ട് നിന്നില്ല. ഭാഗ്യം കൊണ്ടാണ് ആ ഫസ്റ്റ് ഹാഫിൽ PSG കിട്ടിയ നല്ല കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ബാൻമണിക്ക് കിട്ടിയിട്ടായിരുന്നു. ആ ഉസ്മാൻ കാക്ക് 2 കിട്ടുന്ന ചാൻസുകൾ, മാനുവൽ മാത്രം മുന്നിലുണ്ടായ 2 ചാൻസുകൾ കിട്ടിയത്. അത് അടിച്ചു കളഞ്ഞില്ല, പുറത്തേക്ക് അടിച്ചു കളഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല. അതൊക്കെ അടിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു 7-8 ഗോളിന്റെ ഒക്കെ വിജയം PSG നേടിയിട്ടുണ്ടാവും. അതേപോലെ ബാൻമണിക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു.
എന്താ പറയാ, ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യുക, അതിന് സപ്പോർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡർമാർ, രണ്ട് ടീമിൻ്റെയും മിഡ്ഫീൽഡർമാർ, കവറാസ്കേലിയ അതേപോലെ ലൂയിസ് ഡിയാസ്, ഇവർ രണ്ടുപേരെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്താ പറഞ്ഞാൽ ലൂയിസ് ഡിയാസ് ഈ സീസണിൽ മാൻ മ്യൂണിക്കിന് വേണ്ടി സൈൻ ചെയ്ത ഏറ്റവും ടോപ്പ് സൈനിങ് എന്ന് പറയുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലിവർപൂളിന് ആ ഒരു നഷ്ടം ഇപ്പോഴും നികത്താനായിട്ടില്ല. എമാതിരി പെർഫോമൻസ് ആണ്, ബോൾ കൊണ്ടുവരുന്നുണ്ടല്ലോ കൺട്രോൾ ചെയ്ത് സെൻട്രലിലേക്കും അതേപോലെ വിങ്ങുകളിലൂടെയൊക്കെ ആ ഡിഫൻഡർമാരെ, അയ്യോ, രണ്ട് ടീമിലെ ഡിഫൻഡർമാർ ഇന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇവിടെ അക്കീമിയും ന്യൂമെൻഡിസ് ആണെങ്കിൽ മാൻ മ്യൂണിക്കിന്റെ അവിടെ അവർ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിങ് രണ്ട് ഭാഗത്തുനിന്നും. എന്താ കളി എന്ന് പറഞ്ഞാൽ കിളി പോയ കളി എന്ന് പറയില്ല, അമ്മാതിരി ഒരു കളിയാണ്. ഇതില് കവറാസ്കേലിയുടെ കാര്യം പറയാതിരിക്കാൻ പോയി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചങ്ങായി ലോണിലാണ് നെപ്പോളിൽ നിന്ന് വരുന്നത്. വന്ന സീസണിൽ തന്നെ നെപ്പോളിക്ക് വേണ്ടിയിട്ടും അവിടുത്തെ കപ്പടിച്ചു, ഇവിടെ വന്നിട്ട് ഫ്രാൻസിന് വേണ്ടിയിട്ടും ഫ്രഞ്ച് ലീഗ് അടിച്ചു. അങ്ങനെ 2 ട്രോഫികൾ ഒരു സീസണിൽ നേടിയിട്ടാണ് തുടക്കം. പക്ഷെ തുടക്കത്തിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു അവിഭാജ്യ ഘടകമായിരിക്കും PSG ആ 2 ഗോളുകൾ കണ്ടാൽ മനസ്സിലാകും. അതേപോലെ ഡിഫൻസിലും ആളുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോ ഹാരി കെയ്ൻ നോക്കിക്കോട്ടെ, ലൂയിസ് ഡിയാസ് നോക്കിക്കോട്ടെ, അതേപോലെ ഡെംബലെ, ഇവരൊക്കെ നോക്കിക്കോട്ടെ, ഇവർ ഡിഫൻസിലും ഇറങ്ങി കളിക്കുന്നുണ്ട്. കിട്ടുന്ന ബോളുകൾ, കൗണ്ടറുകൾ, ഒരു രക്ഷയില്ലാത്ത ഗോളുകളായിരുന്നു. ഗോൾ കീപ്പർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ, തന്നെയാണ് അറ്റാക്കർമാരിന്റെ ആ ഒരു ഇത്. എവിടെ നിന്നൊക്കെയാണ് ഗോളുകൾ വന്നത്, എങ്ങനെയൊക്കെയാണ് കയറിയത്, ഒരു പിടിയില്ല. ഇനി നാളെ ഈ കളി ഒന്ന് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ ഇതിനെ കുറിച്ച് ചിലപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അനലൈസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ നടന്നെന്ന് അറിഞ്ഞിട്ടില്ല. ഈ പട്ടക്കപ്പരയ്ക്ക് തീ കൊളുത്തുന്നറില്ല, അമ്മാതിരി പരിപാടിയായിരുന്നു. 17, 24, 33, 41, 45, 56, 58, 65, 68. ഇതൊരു ഫോൺ നമ്പർ അല്ല. ഈ ഒരു കളിയിൽ 90 മിനിറ്റിൽ അടിച്ച ഗോളുകളുടെ ടൈമാണ്. 62 മിനിറ്റിൽ ഇങ്ങനെ മ്യൂണിക്കിനെ 5-2 പുറകിലായിക്കൊണ്ട് PSG മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 69 മിനിറ്റ് ആകുമ്പോഴേക്കും 4-5 ആയിട്ടുണ്ട് കളി. എന്താ കളി, ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് ലൂയിസ് ഡിയാസിനെ ഫൗൾ ചെയ്തിട്ട് ഹാരി കെയ്ന് കിട്ടുന്ന ഒരു പെനാൽറ്റിയിലൂടെ 17-ാം മിനിറ്റിൽ തുടങ്ങിയത്. അതുവരെ PSG ഒരു ശാന്തമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. PSG ആ ഗോൾ പോസ്റ്റിൽ, തങ്ങളുടെ ഗോൾ പോസ്റ്റിൽ ആ വലയിൽ ആ ഗോൾ അങ്ങോട്ട് ഇറങ്ങുന്നവരെ അവരുടെ ഹോം ഗ്രൗണ്ട് ആണെന്ന് അപ്പോഴാണ് ആലോചിക്കുന്നത്. ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണോ എന്ന് അവർ ഗോൾ അടിക്കുന്നത് ആലോചിച്ചത്. പിന്നെ തുടങ്ങി PSG മറുപടിക്ക് ബയൺ മ്യൂണിക്കും. അങ്ങനെ 24-ാം മിനിറ്റിൽ കവറാസ്കലിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ അവർ സമനില നേടുകയാണ്. പിന്നെ 33-ാം മിനിറ്റിൽ ജോൺ നവാസിന്റെ ഒരു കിടിലൻ ഹെഡർ. ആ ചങ്ങായിന്റെ ഹൈറ്റിനേക്കാളും ഡബിൾ ചാടിയിട്ടാണ് ഹെഡ് ചെയ്ത്. എന്ത് സുന്ദരമായിട്ടാണ് ആ ഗോൾ പോസ്റ്റിലേക്ക് ആ ബോൾ ഇറങ്ങി പോകുന്നത്. കിടിലൻ ഹെഡർ, ഗോൾ പോസ്റ്റ് മാനു വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്ത് 41-ാം മിനിറ്റിൽ ഒലീസിയിലൂടെ അവർ സമനില ഗോൾ നേടുകയാണ്. പിന്നെ ഉസ്മാൻ ഡെമ്പലയുടെ 45, കവറാസ്കേലിയുടെ 56, ഉസ്മാൻ ഡെമ്പലയുടെ വീണ്ടും 58-ാം മിനിറ്റിൽ വീണ്ടും ഗോൾ സ്കോർ ചെയ്യണം. അങ്ങനെ 5-2 ലീഡ് ചെയ്യുന്ന സമയത്താണ് ഉപമക്കാനോന്റെ ഒരു ഹെഡർ ആണോ അതോ ടച്ച് ആണോ എന്താ സംഭവിച്ചെന്ന് അറിയില്ല, ആ ഒരു സെറ്റ് പീസിൽ വന്ന ഗോൾ കീപ്പർ നോക്കി നിൽക്കുക, വേറെ വഴിയൊന്നുമില്ല. അതിനുശേഷം ലൂയിസ് ഡിയാസിന്റെ അവസാന 68-ാം മിനിറ്റിൽ ഗോളും കൂടി ആയപ്പോൾ 5-4 9 ഗോളിന്റെ ആ കളി അവസാനിക്കുന്നത്. 94 മിനിറ്റ്, 90+4 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കളി എത്ര പെട്ടെന്ന് കഴിയുന്നത്. കളി കഴിയരുത് പറഞ്ഞിങ്ങനെ കാത്തോണ്ടിരിക്കുക. എന്നാൽ അത്രയും നല്ലൊരു ത്രില്ലർ സിനിമ കാണുന്ന പോലുള്ള ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് ഒക്കെ പറഞ്ഞാല് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് പോകണമെങ്കിൽ 14 ഷോട്ടുകളാണ് PSG എടുത്തത്. അല്ലെങ്കിൽ 6 എണ്ണം ഓൺ ടാർഗറ്റിൽ, അതിൽ 5 എണ്ണം ഗോളാക്കി മാറ്റിയെന്നുള്ളതാണ്. മാൻ മ്യൂണിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10 ബോളുകൾ ഷോട്ടിലേക്ക് അടിച്ചിട്ടുണ്ട്, അതിൽ 7 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. 46% ബാൾ പൊസിഷൻ ഉണ്ടായത് PSG ഭാഗത്ത്. മാൻ മ്യൂണിക്കിന് 54% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ കുറച്ചൊന്നും ഇറങ്ങി കളിച്ച് PSG കുറച്ച് ഡിഫൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. മാൻ മ്യൂണിക്ക് ഒരുപാട് ശ്രമിച്ചു ആ ഒരു സമനില നേടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 86% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. മാൻ മ്യൂണിക്കിന്റെ ഭാഗത്ത് നമുക്ക് 85% പാസിംഗ് അക്യുറസി. 13 ഫൗളുകൾ PSG കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 3 ഫൗളുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. 3 യെല്ലോ കാർഡ് PSG കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ 2 ഓഫ് സൈഡും, ഇവിടെ ഒരു ഓഫ് സൈഡാണ്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ PSG 2ഉം മാൻ മ്യൂണിക്കിന് 5 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, ഇനി അലയൻസ് അരീനയിൽ വന്നിട്ട് PSG ഒരു ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ മാൻ മ്യൂണിക്കിന് അവിടുത്തെ ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അവസാന മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്, ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡ് വന്നിട്ട് അവിടെ ഗോൾ അടിച്ചിട്ടുണ്ട് ബാനിനെതിരെ. ബാനൊന്ന് വിറപ്പിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഗോളുകൾ ഇനിയും വരും. 10ൽ കൂടുതൽ ഗോളുകളിലായിരിക്കും ചിലപ്പോൾ വിജയം ഉണ്ടാവുക. 10-7, 10-8 അങ്ങനെ വലുതാക്കുക. അതിനിപ്പോൾ ആരടിക്കുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നലെ പാരീസിൽ ഒരു ഗോൾ മഴയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന അത്ലറ്റിക്കോ മഡ്രിഡ് വിസസ്
ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ചിലപ്പോൾ ഒരു ഡിഫെൻസീവായിട്ട് ഒരു 2-1 അങ്ങനത്തെ ഒരു ഗോളിലായിരിക്കും എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകാൻ. എന്തായാലും രണ്ട് ടീമും നല്ല ഡിഫൻസ് ആയിട്ട് കളിക്കും. ആഴ്സണലും അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് നോക്കിയാൽ മനസ്സിലാവും, നല്ല മതിൽ കെട്ടാൻ പരിപാടിയുള്ള ടീമുകളെ രണ്ടാൾക്കും അറിയാം. പക്ഷെ ഈ രണ്ടാളും കൂടിയിട്ട് ഇവർ ജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ആരാന്ന് ചോദിച്ചാൽ PSG അല്ലെങ്കിൽ ബയൺ മ്യൂണിക്കിന്റെ അടുത്തേക്കാണ്. ഇങ്ങനെ അറുക്കാൻ തലവെച്ച് കൊടുക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഏകപക്ഷീയമായ ചിലപ്പോൾ ഒരു മത്സരമായിരിക്കും വരാൻ പോകുന്ന ഫൈനലിൽ. എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഗോൾ അടിച്ചു കൂട്ടാം, പക്ഷെ ഇവര് ബസ് പാർക്കിംഗ് എന്ത് ചെയ്താലും ബയൺ മ്യൂണിക്കിന്റെ PSG അടിപ്പെട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാര്യമില്ല. പിന്നെ ഫൈനലാണ്, 90 മിനിറ്റ് കളിയാണ്, അതിലെന്ത് സംഭവിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സെമി ഫൈനൽ എന്ന കടമ്പ കഴിഞ്ഞിട്ട് ആരൊക്കെ ആയിരിക്കും ഫൈനലെത്താൻ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.